എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ശിവരാത്രിയാണ്. ശിവരാത്രിയുടെ മഹത്വം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ സിദ്ധതന്ത്രത്തിൽ, സിദ്ധരീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭസ്മം ഒരു അവിഭാജ്യ ഘടകമാണ്. ശിവരാത്രി ദിവസങ്ങളിലാണ് ഭസ്മം പ്യൂരിഫൈ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇത് ചാണകത്തിൽ നവധാന്യം മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ പച്ച ചാണകം നവധാന്യമായിട്ട് മിക്സ് ചെയ്യും. അത് നമ്മൾ ഇതേപോലെ ഉരുളയാക്കിയിട്ട്, നല്ല പച്ച ചാണകം വേണം, ഫ്രഷ് ചാണകം തന്നെ വേണം, എന്നാലേ അതിൻ്റേതായിട്ടുള്ള മൂല്യം നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഉണ്ടയാക്കിയിട്ട് നവധാന്യം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടയാക്കി വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ, അതായത് ശിവരാത്രി വരാൻ വേണ്ടി നിൽക്കരുത്, ശിവരാത്രി ഒരു 7 ദിവസം മുമ്പ് വേണം നമ്മളിത് തയ്യാറാക്കാൻ. എന്നാലാണ് കറക്റ്റ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ടും ഉണങ്ങും, എന്നാലും നമ്മൾ പൂർണ്ണമായിട്ട് ഇത് ഉണങ്ങണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും വേണം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഹോമത്തിൽ ഇട്ട് നമ്മൾ ഇതിനെ ചുട്ടെടുക്കും. അപ്പോഴേക്കിത് നല്ല രീതിയിൽ കത്തി നല്ല വെളുത്ത ഭസ്മം നമുക്ക് വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതേപോലെ ഉരുളയാക്കിയിട്ട് നല്ല വെയിലത്ത് ഉണക്കിയതിന് ശേഷം നമ്മളിതിനെ കത്തിക്കുന്നു, അല്ലെങ്കിൽ ഹോമത്തിൽ നമ്മൾ ആഹൂതി ചെയ്യുന്നു. ഇത് ആഹൂതി ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോകത്തില്ല. ഈ ചാണകം നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഉണ്ടയായിട്ടിരിക്കും. ആ കത്തിയ ഉണ്ടേനെ പതുക്കെ എടുത്ത് നമ്മൾ വേർതിരിച്ച് മാറ്റി നല്ലോണം പൊടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭസ്മം നമുക്ക് ശിവരാത്രി ദിവസങ്ങളിൽ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, താഴെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് വോയിസ് മെസ്സേജ് ചെയ്യാം. വിളിച്ചാൽ കിട്ടത്തില്ല ചിലപ്പോൾ, പരിഭവിക്കരുത്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും വാട്സപ്പായിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃശിവായ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാണകവും നവധാന്യവും കത്തിച്ച് അരിച്ചെടുത്ത ഭസ്മം. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാവുന്ന ലെവലിൽ നല്ല നൈസ്, തരി പോലും ഇല്ലാതെ നൈസാണ്, പൗഡർ പോലെയായി. ഇതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുക. നമ്മൾ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തതിന് ശേഷം ഉപയോഗിച്ചാൽ ഇതിന് പൂർണ്ണസിദ്ധി ഉണ്ടാവും. ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാത്ത ഭസ്മം നമുക്കൊരിക്കലും തൊടാനോ ഉപയോഗിക്കാനോ പറ്റില്ല. അത് പൂർണ്ണ ഭസ്മം എന്ന രൂപം തന്നെ ശിവാംശമാണ്. അപ്പോൾ ശിവരൂപിയാവണമെങ്കിൽ ഇത് ശിവലിംഗത്തിൽ അർപ്പിച്ചതിന് ശേഷം നാം ഉപയോഗിക്കണം കേട്ടോ. ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാത്ത ഭസ്മം നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു ഫലവും ഇല്ല. പ്രത്യേകിച്ച് ശിവരാത്രികളിൽ ഭസ്മത്തിൻ്റെ ഉപയോഗത നമുക്ക് മനസ്സിലാവും. ഓം നമഃ ശിവായ.